കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നമ്മൾ സൂറത്തു ത്വാഹയുടെ 50 മുതൽ 56, 57 ആയത്തുകളൊക്കെ നമ്മൾ ഓതിക്കഴിഞ്ഞു പോന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് പുതിയ ആയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 56, 57, 58 ആയത്തുകൾ ഒന്നുകൂടി ഓതി നോക്കണം നമുക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലഖദ് അറൈനാഹു ആയാതിനാ കുല്ലഹാ ഫകദ്ദബ വഅബാ قال أجئتنا لتخرجنا من أرضنا بسحرك يا موسى فلنأتينك بسحر مثله فاجعل بيننا وبينك موعدا لا نخلفه نحن ولا أنت مكانا سوى. ഇത് 58-ാമത്തെ ആയത്ത്. 59-ാമത്തെ ആയത്ത് കൂടി നോദിക്കും. ഖാല മൗഇദുകും യൗമുസ്സിനതി വഅൻ യഹ്ശറന്നാസു ളുഹാ. എന്താ അവിടെ പറഞ്ഞ്? മൂസാ നബി അലൈഹി സ്വലാം അവരുടെ മുമ്പിലേക്ക് ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അജിഅ്തനാ ലിതുഖ്രിജനാ മിൻ അർളിനാ ബിസിഹ്രിക യാ മൂസ. അല്ല മൂസ, ഈ സിഹറും കൊണ്ടൊക്കെ വന്നിരിക്കുന്നത് ഞങ്ങളൊക്കെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് നിനക്ക് അധികാരം സ്ഥാപിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ ഫലനഅതിയന്നക ബിസിഹ്രിൻ മിസ്ലിഹി, നിന്റെ മുമ്പിലേക്ക് ഞങ്ങളും കുറച്ച് സിഹറും കൊണ്ടുവരാം. ഫജ്അൽ ബൈനനാ വബൈനക മൗഇദ, നമുക്കൊരു സമയവും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ലാ നുഖ്ലിഫു, ഞങ്ങൾ ഒരിക്കലും സമയം ലംഘിക്കൂല, തീരുമാനം മാറ്റൂല. വല അൻത, നീയും മാറ്റാൻ പാടില്ല. എന്നിട്ട് അവിടെ വേണം ഒരു മക്കാനൻ സുവാ. എന്താ മക്കാനൻ സുവാ എന്ന് പറഞ്ഞാല്? ചൊവ്വായ സമതലമായ ഒരു പ്രദേശത്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടിയിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഖാല മൂസാ നബി പറഞ്ഞു, മൗഇദുകും യൗമുസ്സീന, നിങ്ങൾക്ക് നിശ്ചയിച്ച സമയം ഞാൻ കാണുന്നത് ഒരു യൗമുസ്സീനയാണ്, അലങ്കാരത്തിന്റെ ദിവസമാണ്, ഉത്സവത്തിന്റെ ദിവസമാണ്, നിങ്ങളുടെ ആഘോഷത്തിന്റെ ദിവസമാണ്. അതിൽ മഹാന്മാരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആൾക്കാർ പറഞ്ഞു, ആ ദിവസം അവര് യൗമു ആശൂറ, അല്ലെ, ആശൂറ ദിവസമായിരുന്നു. സമയം എപ്പോഴാണ്? വഅൻ യുഹ്ശറന്നാസു ളുഹാ. ഏ സമയം? ളുഹാ സമയത്ത്, പൂർവാന സമയത്ത് വെയിലുദിച്ച് ജനങ്ങൾ പുറത്തിറങ്ങി അവരുടെ ഉത്സവങ്ങളുടെ പ്രതീതിക്ക് ഇങ്ങനെ മൂർച്ച കൂടിക്കൊണ്ടിരിക്കുന്ന, എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആ തിരക്കുള്ള സമയത്തേക്ക് നമുക്ക് തീരുമാനിക്കാമെന്ന് വെച്ചു. അങ്ങനെ തീരുമാനമൊക്കെ വെച്ച് അവിടുന്ന് അവർ പിരിഞ്ഞു പോവുകയാണ്. പിരിഞ്ഞു പോയിട്ട് ഇനി എങ്ങനെ ആ സംഭവം, ആ ദിവസം നമുക്ക് എങ്ങനെ വിജയിക്കാൻ പറ്റും എന്നുള്ള പ്ലാനിലേക്ക് അവർ ഫിറഔനും സംഘവും പോവുകയാണ്. فتولى فرعون فجمع كيده ثم أتى قال لهم موسى ويلكم لا تفتروا على الله كذبا فيسحتكم بعذاب وقد خاب من افترى فتنازعوا أمرهم بينهم وأسروا النجوى. ഞാൻ ഒന്നുകൂടി ഓതി തരാം, എല്ലാവരും ഖുർആനിൽ ശ്രദ്ധിച്ചു ഓതാം. فتولى فرعون فجمع كيده ثم أتى فتولى فرعون فجمع كيده ثم أتى فجمع كيده ثم أتى قال لهم موسى ويلكم لا تفتروا على الله كذبا فيسحتكم بعذاب فيسحتكم بعذاب
وقد خاب من افترى وقد خاب من افترى قال لهم موسى ويلكم لا تفتروا على الله كذبا فيسحتكم بعذاب وقد خاب من افترى فتنازعوا أمرهم بينهم وأسروا النجوى فتنازعوا أمرهم بينهم وأسروا النجوى فتولى فرعون فجمع كيده ثم أتى ഖുർആനിൽ നോക്കുമ്പോൾ കാണാമല്ലോ ഫതവല്ല ഫിർഔനു റാഗ് സുക്കൂനാണ് ഫിർഔനു ഫജമഅ കൈദഹുവിൻ്റെ അവിടെ ഒരു ചെറിയ വാവ് കൊടുത്തിട്ടുണ്ടോ നോക്കി അല്ലേ. അപ്പോൾ ഫജമഅ കൈദഹു എന്ന് പറഞ്ഞ് പെട്ടെന്ന് സ്റ്റോപ്പ് ആവാതെ ഒന്ന് നീട്ടിയാൽ മതി. കൈദഹു സുമ്മ അതാ ഒന്നൊരു ഒതുക്കി ഫതവല്ല കൈദഹു പിന്നെ ഖാല ലഹും മൂസ രണ്ട് മീമ ഒന്നില്ലേ. അപ്പോൾ ലഹും മൂസ വൈലക്കും ലാ തഫ്തറു അലല്ലാഹി കദിബ കദിബ എന്നല്ല അർത്ഥം മാറുവേ കദിബ ദാലിന് പുള്ളി ഉണ്ടാവും കദിബ ഫയുസ്ഹിതകും ബിഅദാബ് അവിടെ യുസ്ഹിതകും എന്നുള്ള മീമ ഉണ്ടോ അതിന് സുക്കൂൻ ഉണ്ടാവില്ല ഇല്ലല്ലോ ഇല്ല. അപ്പോൾ അത് പതുക്കെ സൈലൻ്റാക്കി ഉച്ചരിച്ച് ബായിലേക്ക് ചേർത്ത് ഫയുസ്ഹിതകും ബിഅദാബ് അത് മാത്രം നോദിക്ക് ഇല്ല പറ്റൂല ഒന്ന് വരാൻ പറ്റൂല. അത് ബായിനെ നമ്മൾ കാര്യമായിട്ട് കാണുള്ളൂ. മീമിനെ പതുക്കെ സൈലൻ്റാക്കി മാറ്റണം. ഫയുസ്ഹിതകും ബിഅദാബ് ആ കുമ്മണ്ട് വരുന്നുണ്ട്. ആ കുമ്മ് അധികം ആ മീമ് വല്ലാതെ ഒന്ന് പുറത്ത് വരാൻ പാടില്ല. ഫയുസ്ഹിതകും ബിഅദാബ് وقد خاب من افترى وقد خاب من افترى قال لهم الله توذيك قال لهم موسى ويلكم لا تفتروا على الله كذبا فيسحتكم بعذاب وقد خاب من افترى. അടുത്ത ആയത്തിൽ ഫതനാസഉ ഐനിന് ലൊമ്മ് പിന്നെ അടുത്ത അക്ഷരം ആ എന്നായതുകൊണ്ടാണ് അവിടെ നീട്ടാൻ വന്നിരിക്കുന്നത്. ഫതനാസഉ അംറഹും ബൈനഹും അതും വീണ്ടും മീമും ബാവും അടുത്തടുത്ത് വന്നപ്പോൾ അംറഹും ബൈനഹും വഅസറുൻ നജ്വ അന്നജ്വ നൂനിന് ശദ്ദ് വഅസറുൻ നജ്വ
ഒരിക്കൽ ഫതനാസഉ അംറഹും ബൈനഹും വഅസറുൻ നജ്വാ. എൻ്റെ മുന്നിലിരിക്കുന്ന വലതുഭാഗത്തുള്ള ആൾക്കാർ മാത്രം ഓദിക്കുക. 3 ആയത്ത്. ഫതവല്ല ഫിർഔൻ. റിപ്പീറ്റ് ചെയ്യണം. ഫിർഔനു എന്നാണ്. ഒന്നുകൂടി ഓദിക്കുക. ഫതവല്ല قال لهم موسى وقد خاب فتنازعوا. ഈ ഭാഗത്തുള്ളവർക്ക് മാത്രം നോക്കും. قال لهم موسى ويلكم فيسحتكم بعذاب وقد خاب من افترى. فتنازعوا എന്നറിയോതോ ആയത്ത്. فتنازعوا أمرهم بينهم وأسروا النجوى. അഹ്സൻതും ബറകല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈർ. ഈ ആയത്തുകളുടെ അർത്ഥത്തിലേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഉപയോഗിച്ചത് തവല്ല ഫതവല്ല. അവനെ അവർ തിരിച്ചുപോയി. തവല്ല, അവർ പിരിഞ്ഞുപോയി. ആ വർത്താനൊക്കെ പറഞ്ഞ് കാര്യമൊക്കെ തീരുമാനാക്കി. ഇനി ഇന്ന ദിവസം കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫതവല്ല, അങ്ങനെ അവർ തിരിച്ചുപോയി, അവർ വിട്ടുപോയി. ആര്? ഫിർഔന് വിട്ടു, ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ട് ഇനി അടുത്ത പ്ലാന് ഇതെങ്ങനെ തോൽപ്പിക്കാൻ പറ്റും. മൂസാ നബിനെയും അദ്ദേഹത്തിൻ്റെ മുഅ്ജിസത്തുകളെയും അദ്ദേഹത്തിൻ്റെ ആ ദൈവികമായ നൽകുന്ന അമാനുഷിക ശക്തിനൊക്കെ ഇല്ലാതാക്കി നമുക്കെങ്ങനെ ജയിക്കാൻ പറ്റുമെന്ന് അവർ ആലോചിക്കാൻ. ഫജമഅ, അങ്ങനെ അവൻ ശേഖരിച്ചു, അവൻ കൂട്ടിയുണ്ടാക്കി, അവൻ ആലോചിച്ച് ശേഖരിച്ചു. കൈദഹു, അവൻ്റെ ഉപായങ്ങൾ, അവൻ്റെ തന്ത്രങ്ങൾ അവനിങ്ങനെ ആലോചിച്ചു. സുമ്മ അതാ, പിന്നെ അവൻ വന്നു. നിശ്ചയപ്രകാരം നിശ്ചയിക്കുന്ന സ്ഥലത്ത് വരാമെന്ന് പറഞ്ഞിടത്ത് എല്ലാ തന്ത്രങ്ങളും കൊണ്ടവൻ വരികയാണ്. يقول تعالى مخبرا عن فرعون أنه لما تواعده وموسى إلى وقت ومكان معلومين. കൃത്യമായി വരാൻ പറഞ്ഞ സമയത്ത് സ്ഥലത്ത് അവർ വരികയാണ്. അപ്പോഴും അവരുടെ മുമ്പിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, നമുക്ക് തോൽപ്പിക്കാൻ പറ്റും. അന്ന് ആ രാജ്യത്തും വിദേശത്തും കിട്ടാൻ പറ്റുന്ന പരമാവധി സാഹിര്യങ്ങളെ അവൻ ശേഖരിച്ചു. അവൻ കുതന്ത്രം പ്രയോഗിച്ചത് അങ്ങനെയാണ്, വേറെ ഒന്നും അവൻ്റെ കയ്യിലില്ല. അന്ന് ഓരോ സമയത്തും ഓരോ സീസണിലും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവും. ആ സമയത്ത് ഭയങ്കര കടുത്ത മായാജാലക്കാരുടെ കാലമായിരുന്നു. നിങ്ങൾ ചരിത്രം വായിച്ചാൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഖുർആനാകുന്ന ഒരു സാഹിത്യ ഗ്രന്ഥത്തെ പടച്ചോൻ തന്നു. നല്ല സാഹിത്യം നിറഞ്ഞ നല്ല സമ്പുഷ്ടമായ ഗ്രന്ഥം എന്തുകൊണ്ടാണ് കൊടുത്തത്? എന്താണ് വടി പോലെ അല്ലെങ്കിൽ കക്ഷത്തിൽ കൈവച്ചാൽ കാണിക്കുന്ന അത്ഭുതം പോലെ അന്ന് കൊണ്ടുവരാത്തതിൻ്റെ കാരണം എന്താ? ആ കാലത്ത് ഭയങ്കര സാഹിത്യത്തിൽ മുങ്ങിക്കുളിച്ച് കിടക്കുകയായിരുന്നു അറബികൾ. ഫുള്ള് കവിതയിലായിരുന്നു അവർ. നിമിഷ നേരം കൊണ്ട് തോരാതെ കവിതകൾ ഉണ്ടാക്കുമായിരുന്നു. ഇടക്കിടക്ക് ഒക്കാല ചന്തയിൽ, സൂപ്പർ മാർക്കറ്റ്, അവിടുത്തെ വലിയ മാർക്കറ്റാണ് ഒക്കാല ചന്ത, അവിടെയൊക്കെ ഭയങ്കരമായ ഫൈറ്റ് നടക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തിൻ്റെ ഫൈറ്റാ? സാഹിത്യ ഫൈറ്റ്.
അവരുടെ ഇടയ്ക്ക് പിന്നെ കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും നല്ലത് എന്താ? അവർക്ക് തിരിയാവുന്ന നല്ല ഭാഷയിലുള്ള ഖുർആനിൻ്റെ ശൈലി. ഇത് കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവരൂ, ഇതുപോലെയുള്ള ഒരു ഖുർആൻ കൊണ്ടുവരൂ. കാരണം അവരുടെ മുമ്പിൽ അത്രയും സമ്പുഷ്ടമായ വാക്കുകളും കലക്കാൻ അവരുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഓരോ സന്ദർഭത്തിനാണ് ഓരോ മോചത്ത് കൊടുക്കുക. ഇവരുടെ മുമ്പിൽ അന്ന് മായാജാലത്തിൻ്റെ ഒരു ലോകം തുറന്നല്ല ആ സമയത്താണ് മൂസാ നബി അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഇവര് ഫിറഔൻ ചെയ്ത പണി എന്താന്ന് വെച്ചാൽ എല്ലാ ഫി ദാലിക സമാനി, ആ കാലഘട്ടത്തിലെ മികച്ച സിഹറിന്റെ ആളുകളെ, വഖദ് കാന സഹറു ഫീഹിം കസീറൻ നാഫിഖൻ ജിദ്ദൻ, അന്ന് അവരുടെ കയ്യിൽ, ഫിറഔന്റെ കയ്യിൽ ഏറ്റവും ഫേമസ് ആയ ആൾക്കാരാണ് കയ്യിലുള്ളത്. കമാ ഖാല തആല, സൂറത്ത് യൂനുസിൽ അല്ലാഹ് പറഞ്ഞു, വഖാല ഫിർഔൻ യഅ്തൂനി ബികുല്ലി സാഹിരിൻ അലീം, തൻ്റെ കൊട്ടാരത്തിൽ നിന്നൊരു ഓർഡർ പ്രഖ്യാപിച്ചു, എല്ലാ പ്രസിദ്ധരായ അറിവുള്ള സാഹിര്യങ്ങളെയും വേഗം പോയി കൊണ്ടുവരൂ എന്ന് വിളിച്ചു പറഞ്ഞു. സുമ്മ അതാ സുമ്മ ഇജ്തമഅ അന്നാസ് ലിമിഖാതി യൗമിൻ മഅലൂം, നിശ്ചയിച്ച ദിവസത്തിൽ എല്ലാവരും കൂടെ വരികയാണ്. വജലസ ഫിർഔനു അലാ ശരീരി മംലകതി, ഫിർഔൻ വലിയൊരു കട്ടിലുമ്മ കയറി ഇങ്ങനെ ഇരിക്കുക. വസ്തഫാ ലഹു വഖാബിറ ദൗലതുഹു, വലിയ വലിയ കൊട്ടാരത്തിലെ മുതിർന്ന ഓഫീസർമാരൊക്കെ അദ്ദേഹത്തിന്റെ ചുറ്റും കൂടി ഇങ്ങനെ സഫായിട്ടിരിക്കാം. വഖഫത്തി റആയ യുംനതൻ വയുസ്റതൻ വഅഖബല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മുതവക്കിഅൻ അലാ അസാ വമഅഹു അഖൂ ഹാറൂൻ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാം, മൂസാ നബി തന്റെ വടിയും പിടിച്ച കൊട്ടാരത്തിന്റെ മുന്നിലേക്ക് കയറി വന്നു. കൂടെ തൻ്റെ സഹോദരനുണ്ട്. തൻ്റെ മുമ്പിൽ സഫായിട്ട് മുഴുവൻ സാഹിര്യങ്ങളും ഉണ്ടായിരുന്നു. ആ സാഹിര്യങ്ങൾ മൂസാ നബിനെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഏതൊക്കെ വഴി കൂടെ എന്തൊക്കെ ചെയ്യും, ഇയാൾ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാം. എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ, മോഹനവാഹന വാഗ്ദാനങ്ങൾക്ക് ഫിറഔൻ ഇങ്ങനെ കൊടുക്കണം. ഇതിൽ ജയിച്ചാൽ നിങ്ങൾക്ക് ഇത്ര സെന്റ് സ്ഥലം തരും, ഇതിൽ ജയിച്ചാൽ ഇത്ര സ്വർണം തരും, ഇതിൽ ജയിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ അവർക്ക് ഇങ്ങനെ ഓഫർ പ്രഖ്യാപിക്കുകയാണ്. ഇതിലെങ്ങാനും നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലമാണ് സാഹിര്യങ്ങളെ തരാൻ പോണത്. അപ്പോൾ അവർക്കും ആവേശമായി. ഓഫർ വന്നപ്പോൾ അവർക്കും ആവേശം, ഇതിലെങ്ങനെങ്കിലും നമുക്ക് ജയിക്കണമെന്ന് അവർക്കും തോന്നലായി. ഖാല ലഹും മൂസാ വൈലക്കും ലാ തഫ്തറു അലല്ലാഹി കദിബ. അപ്പോഴാണ് മൂസാ നബി അലൈഹിസ്സലാം പറയുന്നത്, നിങ്ങൾ തോൽപ്പിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ തോൽപ്പിക്കുക എന്നാണോ? ആയത്ത് നോദിക്കേ. ഖാല ലഹും മൂസാ വൈലക്കും ലാ തഫ്തറു അലല്ലാഹി കദിബ ഫയുസ്ഹിതകും ബിഅദാബ് വഖദ് ഖാബ മൻ ഇഫ്തറാ. ഖാല ലഹും, അവരോട് പറഞ്ഞു, മൂസാ നബി പറഞ്ഞു, വൈലക്കും, നിങ്ങൾക്ക് വൈലുണ്ട്. അറബിയിൽ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. വൈലക്കും, വൈഹക്കും. എന്താ അതിൻ്റെ അർത്ഥം? വൈലക്കും, നിങ്ങൾക്ക് നാശം. ഓ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാണോ, നിങ്ങൾക്ക് വല്ലാത്ത നാശം ഉണ്ടാകും. വൈഹക്കും, നിങ്ങളുടെ കഷ്ടകാലം എന്നൊക്കെ വിളിക്കുന്ന പേരാണ് വൈഹക്കും, നിങ്ങളെ കഷ്ടകാലം. അങ്ങനെയൊക്കെ പറയുന്നൊരു ഒരു വിഷമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നഷ്ടബോധം സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഇവിടെ മൂസാ നബി ഉപയോഗിച്ച വാക്ക് വൈലക്കും. ഓ, നിങ്ങളുടെ കഷ്ടം തന്നെ, നിങ്ങളുടെ നാശം തന്നെ കേട്ടോ. ലാ തഫ്തറു, നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കല്ലേ, നിങ്ങൾ കെട്ടിപ്പറയല്ലേ, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കല്ലേ. ആരുടെ പേരിൽ? അലല്ലാ, അള്ളാന്റെ പേരിൽ. കെദിബ, കളവായത്. ഞാനിവിടെ തെളിയിക്കാനും പറയാനും പോണത് അള്ളാന്റെ പേരിൽ ഹക്ക പറയാൻ പോണത്. നിങ്ങളിപ്പോ തെളിയിക്കാൻ പോണത് അള്ള പറയണതൊക്കെ കളവാണ്, അങ്ങനെ ഒരു അള്ളൊന്നുമില്ല, അങ്ങനെ ഒരു പ്രവാചകനോ മുഅ്ജിസത്തോ ഒന്നുമില്ല എന്ന് പറയാനല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നാശം. ഇത്രയും എല്ലാം നൽകിയ പടച്ച റബ്ബിന് നന്ദികേട് കാണിക്കുന്നവരായി നിങ്ങൾ മാറുകയാണോ? അപ്പോൾ ഈ വാക്ക് കേൾക്കുമ്പോൾ ശരിക്ക്
ഒരു വസ്തുവിന് ഇല്ലാത്ത യാഥാർത്ഥ്യം ഉണ്ട് എന്ന് നിങ്ങൾ ആക്കി തീർക്കാനല്ലേ പോണത്, നിങ്ങൾ അത്ഭുതം കാണിച്ചിട്ട്. വഅന്നഹ മഖ്ലൂഖത, നിങ്ങൾ എന്ത് കൊണ്ടുവന്നാലും അത് അള്ളാന്റെ സൃഷ്ടിയാണ്. വലൈസത് മഖ്ലൂഖ ഫതകൂനൂന ഖദ് കദിബ്തും അലല്ലാഹ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനൊക്കെ രൂപമാറ്റങ്ങളൊക്കെ സംഭവിപ്പിച്ച് വലിയ അത്ഭുതങ്ങളൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ അള്ളാന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കുകയാണ്. ഫയുസ്ഹിതകും ബിഅദാബ്, ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഫയുസ്ഹിതകും, അവൻ നിങ്ങളെ ഉന്മൂലനം ചെയ്യും, നിങ്ങളെ നശിപ്പിക്കും, തീരല്ലാതാക്കും. ബിഅദാബിൻ, അള്ളാഹുവിൻ്റെ ശിക്ഷ കൊണ്ട്. നിങ്ങളെങ്ങാനും ഇങ്ങനെ അള്ളാനെ തോൽപ്പിക്കാൻ വേണ്ടി, ഈ ഫിറഔന്റെ വാക്കും കേട്ട് അള്ളാനെ തോൽപ്പിക്കാൻ വേണ്ടി എന്തിനെങ്കിലും നിങ്ങൾ പൊട്ടി പുറപ്പെട്ട് വന്നാൽ ഫയുസ്ഹിതകും ബിഅദാബ്, അവൻ്റെ ശിക്ഷ കൊണ്ട് നിങ്ങളെ അള്ളാഹു ഉന്മൂലനം ചെയ്യൂട്ടോ എന്ന് ഭയപ്പെട്ടോളൂ. വഖദ് ഖാബ മനിഫ്തറ, തീർച്ചയായും ഖാബ, പരാജയപ്പെടുന്നതാണ്. മനിഫ്തറ, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചവരാരും വിജയിക്കൂല, അവർ പരാജിതരാകും, അവർ മഹാനഷ്ടത്തിലാകും. മൂസാ നബി അള്ളാഹുവിൻ്റെ വഹയാണ് സംസാരിച്ചത്. എല്ലാ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാർ ജനങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് ശക്തമായ പ്രയോഗങ്ങളായിരിക്കും, നല്ല മനസ്സുകളെ സ്വാധീനിക്കുന്ന വാക്കുകളായിരിക്കും. ഭയങ്കര കഴിവുള്ള സാഹിരന്മാരോടാണ് ഈ പറയുന്നത്, നിങ്ങളെങ്ങാനും അള്ളാഹിൻ്റെ പേരിൽ ഈ നിലക്കുള്ള വല്ല തട്ടിപ്പ് കാണിച്ചിട്ട് അള്ളാഹുവിനെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള കളവുകൾ ഉണ്ടാക്കി തീർത്തിട്ട് നിങ്ങൾ ജയിക്കുമെന്ന് വിചാരിക്കണ്ട. വഖദ് ഖാബ മനിഫ്തറ, അള്ളാഹുവിൻ്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കി അവർ പരാജയപ്പെടും. യുഹ്ലികകും ബിഉഖൂബത്തിൻ ഹലാകൻ ലാ ബഖിയത ലഹു, ഒട്ടും ബാക്കിയാവാത്ത വലിയ ശിക്ഷകൾ നിങ്ങളെ ബാധിക്കും. അന്നഹും തശാജറു ഫീമാ ബൈനഹും, അങ്ങനെ ഇവർ വലിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഖാല ലഹും മൂസാ ലിസ്സഹറത്തിൽ ലദീന ജമഅഹും ഫിറഔൻ, ഫിറഔന് ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂട്ടി. വകാനൂ 70, ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നു അവർ 71 പേര്, 72 പേര്, കാനു 70, 71 പേരുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹിയുടെ റിപ്പോർട്ടിലും ഇമാം ഖുർത്തുബി വകാനു ഇസ്നൈനി വസബഈൻ, 72 പേരുണ്ട് എന്ന് ഇമാം ഖുർത്തുബിയുടെയും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രസിദ്ധരായ 70 72 സാഹിരീങ്ങളുടെ മുമ്പിൽ വെച്ചാണ് വൈലക്കും ലാ തഫ്തറു എന്ന് പറഞ്ഞത്. വകലാമുൽ ഹഖി ലാ ബുദ്ദ അൻ യുഅസ്സിറ ഫിൽ ഖുലൂബ്, ഈ മൂസാ നബി സംസാരിച്ച വർത്തമാനം അവരുടെ കൽബിനെ സ്വാധീനിക്കും. കാരണം അത് ഹക്കായ കലാമാണ്, അള്ളാന്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ വാക്കുകളാണ്. അത് നിങ്ങൾ പിൻപറ്റിക്കഴിഞ്ഞാൽ ഒരിക്കലും പരാജയപ്പെടൂല. എന്തെങ്കിലും ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാന്റെ കലാമങ്ങൾ ഒഴിവാക്കിയാൽ, സാഹിര്യങ്ങളെ, നിങ്ങൾ ഈ ഫിറഔൻ പറയുന്ന ഓഫറൊന്നും കേട്ടിട്ട് നിങ്ങൾ അള്ളാഹ്ക്കെതിരെ പണിയെടുക്കാൻ വരണ്ട, നിങ്ങൾക്ക് നാശം ഉണ്ടാകും, നിങ്ങൾക്ക് ശിക്ഷയുണ്ടാകും. അത് കേട്ടപ്പോൾ സാഹിര്യങ്ങളുടെ മനസ്സിലൊരു ചാഞ്ചാട്ടം വരാൻ തുടങ്ങി. പക്ഷെ എന്നാ വേണോ, ഇതിപ്പോൾ ഇനി പൊല്ലാപ്പാകുമോ, ഇനിയിപ്പോൾ ഇതൊരു നാശം ഉണ്ടാകുമോ, ശിക്ഷ ഉണ്ടാകുമോ എന്നുള്ള പേടിയൊക്കെ അവരുടെ മുമ്പിലൊരു വരാൻ തുടങ്ങി. ഫതനാസഉ അംറഹും ബൈനഹും വഅസറു നജ്വാ, ആയത്ത് കൂടി നോദൂ. فتنازعوا أمرهم بينهم وأسروا النجوى فتنازعوا, അവർ ഭിന്ന അഭിപ്രായത്തിലായി. തനാസഅ, അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനെ തനാസഅ എന്ന് പറയുക. നമ്മളോട് ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ എന്ത് ചെയ്യാനാ പറഞ്ഞു? അള്ളാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങളത് മടക്കണം. വഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ. തനാസ, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക, ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാവുക. ഫതനാസഉ, മൂസാ നബിന്റെ ഈ വർത്താനവും ഫിറഔനിന്റെ ആ വർത്താനവും കേട്ടിട്ട് ഇവർക്കിടയിൽ ഒരു തനാസു ഉണ്ടായി, ഒരു അഭിപ്രായ വ്യത്യാസം അങ്ങനെ വരാൻ തുടങ്ങി. ഇത് വേണോ, അങ്ങനെ ഇത് ചെയ്ത ഇതിൻ്റെ പേരിൽ നമുക്ക് നാശം ഉണ്ടാകൂ. ഫതനാസഉ, അവർ ഭിന്ന അഭിപ്രായത്തിലായി. അംറഹും, അവരുടെ തീരുമാനത്തിലും അവരുടെ കാര്യത്തിലും. ബൈനഹും, അവർ തമ്മിൽ തന്നെയും, അവർക്കിടയിൽ 72 സാഹചര്യങ്ങളുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. വഅസറു നജ്വാ, അങ്ങനെ അസറ എന്ന് പറഞ്ഞാൽ രഹസ്യ സംസാരത്തിനാണ് അസറ എന്ന് പറയുക.
രഹസ്യമായിട്ട് 2-3 ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുണ്ടാക്കുന്നതിനാണ് അസറു. അവർ രഹസ്യ സംസാരത്തിലായി. നജുവ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഗൂഢമായി ആളുകൾ തീരെ കേൾക്കാത്ത രൂപത്തിൽ പ്ലാൻ ചെയ്യുന്നതിനാണ് നജുവ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും നിലക്ക് ജനങ്ങളെ ഉപദ്രവിക്കാനോ കഷ്ടപ്പെടുത്താനോ വേണ്ടി ഗൂഢാലോചന ഉണ്ടാകാൻ പാടില്ല എന്നാണ്. നമുക്ക് വേണമെങ്കിൽ സ്വകാര്യമായി മീറ്റിങ്ങുകൾ കൂടാം, ഗൂഢാലോചനകൾ നമുക്ക് നടത്താം. ഇല്ലാമിൻ അമറബി സ്വതക്കത്തിന് എന്തിനു വേണ്ടിയിട്ടല്ലാതെ, സ്വതക്കക്ക് വേണ്ടിയിട്ടല്ലാതെ. ഒരാൾക്ക് സ്വതക്ക ചെയ്യണം, അതങ്ങനെ ആരും അറിയാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് രഹസ്യമായിട്ടൊരു മീറ്റിംഗ് കൂടിയിട്ട് ചെയ്യാം. ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു സുൽഹ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു ചെറിയ ഒരു ആലോചന യോഗം ആരും അറിയാതെ നടത്തിയിട്ട് സുൽഹ് ഉണ്ടാക്കാൻ വേണ്ടി കൂടാം. ജനങ്ങൾക്കിടയിൽ ഫിത്തിനയും ഫസാദും ഉണ്ടാക്കാൻ വേണ്ടി നജ്വ കൂടാൻ പാടില്ല. ഖുർആന്റെ പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. ഇവർ നജ്വ കൂടി ഗൂഢാലോചനയുടെയും സ്വകാര്യ മീറ്റിങ്ങുകളും കൂടി അവരിങ്ങനെ ആലോചിക്കണം, ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക എന്ന്. അങ്ങനെ അവരുടെ മനസ്സുകളിൽ അത് ഇളക്കങ്ങളുണ്ടാക്കി. ഇത് ഒരു സാഹിറിൻ്റെ വാക്കുകളല്ല എന്ന് അവരുടെ മനസ്സിൽ മൂസാ നബിൻ്റെ സംസാരം കേട്ടപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷെ അവരുടെ മുമ്പിൽ ഫിറഔൻ ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ അങ്ങനെ മോഹിപ്പിച്ച് അവർക്ക് വല്ലാതെ അങ്ങനെ പ്രതീക്ഷ കൊടുത്തിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഖുർആൻ ഈ സംഭവം പറയുന്നു. അന്നഹും തശാജറു ഫീമാ ബൈനഹും ഫഖായിലുൻ യഖൂൽ ലൈസ ഹാദാ ബികലാമിൻ സാഹിറിൻ. അതേ, നമ്മൾ ഇപ്പോൾ ഈ നേരെ സംസാരിക്കണം ആ മൂസ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അതൊരു സാഹിറിൻ്റെ സംസാരമൊന്നുമല്ല കേട്ടോ. ഇന്നമാ ഹാദാ കലാമു നബിയിൻ, അത് കറക്റ്റ് ഒരു നബി സംസാരിക്കുന്നതാണ്. അവർക്കിടയിൽ തന്നെ അഭിപ്രായത്തിനായിരുന്നു. വഖായിലു യഖൂൽ, വേറെ ഒരു സാഹിർ പറഞ്ഞു, അങ്ങനൊന്നുമില്ല, ബൽ ഹുവ സാഹിർ, ഓൾ സാഹിർ തന്നെയാണ്. വഖബുൽ ഗൈറ ദാലിക് വല്ലാഹു അഅലം. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെ വന്ന്, ഇത് സാഹിറാണെങ്കിൽ തോൽപ്പിക്കാൻ പണില്ല, നമുക്ക് സിഹർ അറിയാമല്ലോ, പക്ഷെ ഇത് നബിയാണെങ്കിൽ നമുക്ക് തോൽപ്പിക്കാൻ വകുപ്പില്ലല്ലോ എന്ന പേടി അവരുടെ മുമ്പിൽ കൂടി എന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവരിങ്ങനെ ആലോചിച്ചു, ഇത് എങ്ങനെയാണെങ്കിലും ശരി, ഇവർ രണ്ടുപേരും നമ്മളെ തോൽപ്പിക്കാനും ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാനും വേണ്ടി വന്നിക്കാണ്, നമുക്കിത് ജയിക്കണം എന്ന രൂപത്തിൽ വേറെ ഒരു ആലോചന അവരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അതിനെ വീണ്ടും ആവർത്തിച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഫിറഔനും അവൻ്റെ സംഘവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത 2 ആയത്തിൽ പറയുന്നുണ്ട്. ഇന്നഹാദാനി ലസാഹിറാനി ഒക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിശദീകരണം പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ നൽകുന്ന ചില ഗുണപാഠങ്ങളുണ്ട്, ചില സംഭവങ്ങളുണ്ട്, ചില ചരിത്രങ്ങളുണ്ട്. അത് എല്ലാ കാലത്തെയും ജനങ്ങൾക്ക് അതിൽ നിന്ന് പഠിക്കാനുണ്ട്. അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാർ നടത്തിയ ദൗത്യത്തിനുണ്ടായ ശക്തമായ വെല്ലുവിളികൾ, പ്രതിസന്ധികൾ എന്തൊക്കെയുണ്ട്, എന്നിട്ട് അവസാനം ആര് വിജയിച്ചു, എന്നിട്ട് പിന്നതിന് ശേഷം എന്തൊക്കെയുണ്ട്, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ തുറന്നിട്ട് തരുന്നത് നമുക്കും ഇതിൽ നിന്ന് ഇബറത്തുണ്ടാകാനും പാഠം പഠിക്കാനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വേദഗ്രന്ഥത്തിൻ്റെ സന്ദേശങ്ങളെ മനസ്സിലാക്കി പകർത്തി ജീവിക്കാൻ നമുക്ക് അല്ലാഹു ഇനിയും ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന നല്ലവരായ സ്വാലിഹീങ്ങളായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പല സഹോദരങ്ങളും ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട്, അവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയങ്കരായ നമ്മുടെ സഹോദരങ്ങൾ പല രോഗികളായി ആശുപത്രികളിലുണ്ട്, അല്ലാഹു അവർക്ക് ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. പല സഹോദരങ്ങളുടെയും കുടുംബങ്ങളിൽ വിവാഹമുണ്ട്, മക്കളുടെയും മറ്റുമൊക്കെ കുടുംബത്തിൽ വിവാഹങ്ങൾ നടക്കുന്നു. അല്ലാഹു അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നടത്തിയ ദഅവാ പ്രവർത്തനങ്ങളുടെ എല്ലാത്തിൻ്റെയും ഫലവും ഗുണവും അല്ലാഹു നമ്മുടെ ജീവിതത്തിൻ്റെ പരലോകത്തിൻ്റെ തുലാസിലെ കനപ്പെട്ട അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തായ ദീനിനു വേണ്ടി തന്നാൽ കഴിയുന്ന പോലെ ആരോഗ്യവും സമയവും സമ്പത്തും കഴിവും ശേഷിയും നൽകാനുള്ള ഒരു വിശാല മനസ്സ്, ഹൃദയത്തിൻ്റെ വിശാലത പടച്ച റബ്ബ് നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ അറിവ് ഉപകാരമുള്ള അറിവാക്കി അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.